നിനക്ക് നന്നായിട്ട് ഇരിയട്ടെ. ആശിച്ചവള് അച്ഛൻ വന്നു. തുറക്കല്ലേ? ഇതെങ്ങാനും നീ അച്ഛനോട് പറഞ്ഞോ വച്ചേക്കില്ല നിന്നെ ഞാൻ. മനസ്സിലായോ? ആരുമില്ലേ ഇവിടെ? കഥക് തുറക്ക്. പത്മിനി പൊടി കീറി പോടി പോൻ. എത്ര നേരമായിട്ട് തട്ടുന്നു? എവിടെ പോയി കിടക്കുന്നല്ലേ? എന്തുവാടാ ഇത്? വാതിൽ തുറക്കാൻ എന്താണ് ഇത്ര താമസം? എവിടെ പോയി കിടക്കായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ വാതിൽ തട്ടുന്നു. നിങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു? അതായത് ഞാനേ ഇവിടെ മുളകൊടി ഡബ്ബയിൽ നിറയ്ക്കുമായിരുന്നു. കുട്ടികളകത്തായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ മുളകൊടി താഴത്ത് വീഴുന്ന പേടിച്ച് അപ്പോഴേക്കും കുട്ടികളകത്തുനിന്ന് വന്നല്ലോ. അതിലെവിടെ? അവളകത്തുണ്ടല്ലോ. ആഹാരം കഴിച്ച? അവൾ ആ ഫംഗ്ഷന്റെ അവിടുന്ന് ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞു. ശരി. ഹലോ. മനസ്സിലായി. ഓ, 5 മണിയോടെ എത്തിച്ചോളാം. 1 2? ശരി. എന്താ പ്ലേറ്റ് താഴെ? അത് ഞാൻ കളയാൻ വെച്ചതാ. ഞാൻ കഴിക്കാൻ എടുത്തതായിരുന്നു. അപ്പോ ഡബ്ബ മറിഞ്ഞിട്ട് മുളകുപൊടി അതിൽ വീണു. ഡബ്ബ മറിഞ്ഞ് വീണപ്പോ മുളക് പൊടി ചോറിൽ കുഴച്ചങ്ങ് ചേർത്തു അല്ലേ? ആരെ വെട്ടിയാക്കാനാ പത്മിനി നിന്റെ ഈ കെട്ടുകഥ? അല്ല ശിവേട്ട, അത് വീണത് തന്നെയാ, കെട്ടുകഥയൊന്നും അല്ല. ഇങ്ങനെ ഒരു ശിക്ഷ ഏതായാലും ഇവർക്ക് രണ്ടുപേർക്കുമല്ല, ആതിരേക്കാവും. പറയുന്നുണ്ടോണെങ്കിലും എന്താ ഉണ്ടായെന്ന് ചോദിച്ചാ കേട്ടില്ലേ? ഞാൻ പറയാ അച്ഛാ. ആതിര ചേച്ചി മീര ചേച്ചിയുടെ വീട്ടില് ഫംഗ്ഷന് പോയിരുന്നല്ലോ. അപ്പോ തിരിച്ചു വന്നപ്പോ ചേച്ചിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നില്ല. അതെവിടെയെന്ന് അമ്മ ചോദിച്ചു. അതെവിടെയോ വീണുപോയെന്ന് ചേച്ചി കരഞ്ഞു പറഞ്ഞു. അപ്പോ അമ്മ രാക്ഷസി, കൊലപാതകി, എന്റെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു നിന്റെ പരിപാടി. പെറ്റമ്മയുടെ മുമ്പിൽ വെച്ചാ എന്നെ കുഞ്ഞിനോട് നീ ചെയ്തത്. എന്റെ തെറ്റാ. ഞാനത് കൊണ്ട് കളഞ്ഞത് എന്റെ തെറ്റ് തന്നെയാ. ഇത് ശരിയാവില്ല മോളെ. ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇതൊരു തരം മാനസിക രോഗം. വേണ്ട അച്ഛാ, തെറ്റ് ചെയ്തതിന് എനിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാ. തെറ്റിന് ശിക്ഷ മാത്രമല്ല പരിഹാരം. മനസ്സ് നിന്നെങ്കിൽ മാപ്പും കൊടുക്കാം.